ഗൈസ്, ഞാൻ എപ്പോൾ ചെന്നൈ നാട്ടിലോട്ട് വന്നാലും ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കണ്ടിട്ട് അകത്തോട്ട് കയറുള്ളൂ. ഞാൻ ചെന്നൈ നാട്ടിലോട്ട് വന്ന ഉടനെ ഫസ്റ്റ് ഡേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ വാഷ് ചെയ്ത് എൻ്റെ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം വണ്ടി ഉപയോഗിക്കാറുള്ളൂ. ഇപ്രാവശ്യം നാട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. സെൽഫ് അടിക്കുമ്പോൾ ഇതുപോലെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ശരിയൊക്കെ നോക്കിയാൽ ഒരു വണ്ടിക്ക് ഇതുപോലെ സെൽഫ് വർക്ക് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൽ നാല് കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം എൻ്റെ സെൽഫ് സ്വിച്ച് ആണ്, രണ്ടാമത്തെ കാര്യം എൻ്റെ സെൽഫ് റിലേ, മൂന്നാമത്തെ കാര്യം എൻ്റെ ബാറ്ററി പവർ, നാലാമത്തെ കാര്യമാണ് ഈ ഒരു മോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സ്വിച്ചിനും പ്രശ്നമില്ല, റിലേക്കും പ്രശ്നമില്ല, ബാറ്ററി ഓക്കെയാണ്. ഇവിടെ ഇപ്പോൾ മോട്ടറാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് മോട്ടർ അഴിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടർ മോട്ടർ അഴിക്കാനായിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 8ന്റെ ബോൾട്ട് ഇട്ട് മുറുക്കിയിട്ടുണ്ട്. അത് രണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ജസ്റ്റ് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ഇളകി വരും. മോട്ടർ ജസ്റ്റ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിലായിട്ട് ഒരു വയർ കണക്ഷൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഊരി വിടണം. അത് ഊരിട്ട് കഴിഞ്ഞാൽ മോട്ടർ നമ്മളെ കൈ കിട്ടും. അങ്ങനെ അതെല്ലാം ഊരിട്ടതിന് ശേഷം നമ്മളെ മോട്ടർ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത്. ഇനി മോട്ടർ ഇളക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറിന്റെ മേളിലും താഴെ രണ്ട് മാർക്കിംഗ്സ് ആണ്. ഈ മാർക്കിംഗ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഇളക്കിയിട്ട് തിരിച്ചിടുമ്പോൾ ഇതിന്റെ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തേക്കുന്നത്. എല്ലാ വണ്ടിക്കും ഇതുപോലെ മാർക്കിംഗ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ മാർക്കിംഗ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ മാർക്കിംഗ്സ് ഇട്ട് കൊടുക്കുക. ഈ സ്റ്റാർട്ടർ മോട്ടറിന്റെ എവിടെയാണോ പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ആർമേച്ചർ ആണോ പോയത് അതോ ബ്രഷ് ആണോ പോയത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അഴിച്ചു നോക്കണം. അതിന് വേണ്ടിയിട്ട് 7ന്റെ റിങ്സ് ആണ് വേണ്ടത്. ഈ രണ്ട് ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ള ഈ കപ്പ് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഇതിന്റെ ആർമേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അണ്ടർ കവർ ഒന്ന് ഇളക്കി എടുക്കണം. അത് ഇളക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഷ് ഊരി വേണം. അപ്പോൾ മനസ്സിലായി ബ്രഷ് കട്ടായി പോയതാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത്. മിക്കുള്ള എല്ലാ വണ്ടികളിലൊക്കെ മോട്ടോർ കംപ്ലൈന്റ് ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്രഷ് കംപ്ലൈന്റ് ആവുന്നതാണ്. ഇതുപോലെ കുറെ നാൾ ഓടി കഴിഞ്ഞാൽ ബ്രഷ് ഇതുപോലെ തേഞ്ഞ് തീരാറുണ്ട്. അപ്പോൾ ബ്രഷ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ കുറച്ചാളും കൂടെ ഓടും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആർമേച്ചർ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ബ്രഷ് കോൺടാക്ട് വരുന്ന ഭാഗത്ത് ക്ലാവ് പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ബ്രഷ് പുറത്ത് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇതിന് വില വരുന്നത് ഏകദേശം 95 രൂപയാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു വാഷർ, സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ 3 വാഷേഴ്സ് വരും, അതുപോലെ തന്നെ കാർബൺ പ്ലേറ്റ്സ് വരും. ഇതെങ്ങനെയാണോ ഇരുന്നത് ആ പൊസിഷനിൽ തന്നെ വേണം തിരിച്ചിടാനായിട്ട്. ഇവിടെ ഞാൻ പുതിയ ബ്രഷ് ഇടുകയാണ്. സ്റ്റാർ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ബ്രഷ് ഇടാനായിട്ട് പറ്റും. അതിനുശേഷം ഇതിൽ 2 സ്പ്രിങ്സ് വരും. ആ ഒരു സ്പ്രിങ്ങും കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ആർമേച്ചർ എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ തിരിച്ചിടുക. അതിനുശേഷം ഇതിന്റെ പുറത്തെ കവറൊക്കെ ഇട്ടു, 2 ബോൾട്ട് ഇട്ടു. അതിനുശേഷം ഈ 2 ബോൾട്ട് മുറുക്കിയതിന് ശേഷം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഇതിന്റെ കംപ്ലൈന്റ് മാറിയില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എലിമിനേറ്റർ വഴി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ പോസിറ്റീവ് വയർ മോട്ടറിന്റെ പോസിറ്റീവിലും നെഗറ്റീവ് ബോഡി പാർട്ടിലും ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനി ധൈര്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. എങ്ങനെയാണോ ഇളക്കിയത് അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഇളക്കിയ ബോൾട്ട് എല്ലാം ടൈറ്റായിട്ട് മുറുക്കിയതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ്. ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. ഞാൻ ചെന്നൈയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ആരും എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ വണ്ടിയുള്ള മച്ചന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരമാവട്ടെ. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.